തിരുവനന്തപുരം പാറശാലയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ KSEB താൽക്കാലിക ജീവനക്കാരൻ മരിച്ചു എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. അവിടെ നിന്നിപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ്. മരിച്ച അമ്പൂരി സ്വദേശി സന്തോഷിന്റെ സഹപ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അവിടെ സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ ഡോക്ടറോ മറ്റ് ചികിത്സാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സഹപ്രവർത്തകരുടെ പരാതി. അതേ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നാണ് ആക്ഷേപം. ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധം തുടരുകയാണ്. വലിയ പിഴവ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ആക്ഷേപം. വിനേഷ് കുമാർ തത്സമയ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിനേഷ്, ഗുരുതരമായ ആരോപണമാണ് ഈ കൊല്ലപ്പെട്ട ആളുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് നിലവിൽ അവിടുത്തെ സ്ഥിതി? പ്രജിൻ, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് സന്തോഷിനെ ഇവിടെ ആശുപത്രിയിൽ, പാറശാല താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടത്. കുഴഞ്ഞു വീണ നിലയിലായിരുന്നു. അദ്ദേഹം KSEBയുടെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ഈ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അതിനുശേഷം കൃത്യമായി ഓക്സിജൻ നൽകുന്നതിനോ മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രതിഷേധം കാണാൻ കഴിയും. ഇതുവരെയും ഇവിടേക്ക് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടില്ല. നമ്മൾ ആശുപത്രി സൂപ്രണ്ടുമായി അല്പസമയം മുമ്പ് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് അത്തരത്തിൽ ഒരു ചികിത്സ നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കുകയോ മറ്റുള്ള പ്രാഥമിക ചികിത്സ നൽകാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ നമുക്ക് കാണാം, ഈ പ്രതിഷേധക്കാരിലധികവും ഈ പ്രദേശത്തുള്ള ആളുകളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ KSEBയിലെ തന്നെ താൽക്കാലിക ജീവനക്കാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം, ഇവിടെ DYSP ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും സമരക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നെയ്യാറ്റിങ്കര DYSP ആണ് എത്തിയിട്ടുള്ളത്. വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് ചികിത്സാ നിഷേധമല്ല എന്ന് പറയുമ്പോൾ തന്നെ, ചികിത്സ നിഷേധിച്ചു എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഇവിടെ എത്തിയ സമയത്ത് ജീവനുണ്ടായിരുന്നു. ആ സമയത്ത് നഴ്സുമാരുടെ ഭാഗത്ത് നിന്ന് നഴ്സുമാർ രണ്ടുപേർ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരോപിക്കുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ മാത്രമാണ് ഈ ഓക്സിജൻ സിലിണ്ടർ ഓൺ ചെയ്യുകയും ഓക്സിജൻ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്ത്. അപ്പോഴത്തേക്ക് അതിനുശേഷമാണ് സന്തോഷ് മരിക്കുന്നത്. 38 വയസ്സ് മാത്രമാണ് സന്തോഷിനുള്ളത്. സന്തോഷ് അമ്പൂരിയിലുള്ള ആദിവാസി ഉന്നതിയിലുള്ളതാണ്. താൽക്കാലിക ജീവനക്കാരനാണ്. ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ്. ഇതിനിടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന്, നമുക്കറിയാം വലിയ രീതിയിലുള്ള ഉഷ്ണവും മറ്റു പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഇതിനിടയിലാണ് വൈകുന്നേരം 5 മണിയോടുകൂടി കുഴഞ്ഞു വീഴുന്നത്. പോസ്റ്റ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു താൽക്കാലിക തൊഴിലാളികളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. കുഴഞ്ഞു വീണ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഇവിടെ നിന്ന്, അതായത് നമുക്കറിയാം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഒരു 250-300 മീറ്റർ മാത്രം അകലമുള്ള സ്ഥലത്തായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത്. പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ള ആക്സസ് എന്ന് പറയുന്നത് ഈ താലൂക്ക് ആശുപത്രിയായിരുന്നു. അവിടേക്ക് ഉടൻ തന്നെ എത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എത്തിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.